ഇതാണ് ഗ്രാൻഡ് ആബ്സിൻ്റെ. ഇത് നമ്മൾ ഇത് എങ്ങനെ ഇത് ഇവന്മാർ ഉണ്ടാക്കണം ഈ ജീരകത്തിൻ്റെ മണം വെച്ചിട്ടൊന്നും മനസ്സിലാവുള്ളൂ. പാരീസിൽ നിന്ന് റാഫേൽ കൊണ്ടുവന്ന് എവിടെ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. എന്തിനു പോട്ടെ, റാഫേൽ ഉണ്ടാക്കണ്ട, ഒരു ആബ്സിൻ്റെ ഉണ്ടാക്കി ഇവന്മാർ കൊടുക്കാൻ പാടില്ലേ? ജിഞ്ചർ ജ്യൂസ് പോലെ ഇരിക്കും. ജീരകത്തിൻ്റെ മണം കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കള്ളു കുടിച്ചാൽ അങ്ങനെ ഇരിക്കും. അതെ, പിറ്റേ ദിവസം തൂറുമ്പോൾ വരെ കള്ളിൻ്റെ മണം വരില്ലേ? ഈ സാധനത്തിന് ഒരു മണം എന്ന് പറയുന്ന സാധനമില്ല. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്? എന്നാ കുടിക്കുമ്പോഴും ജീരകം വെള്ളം കുടിക്കണ പോലെ. എടാ ഈ അടിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഇഴയും. എടാ ഏഷ്യക്കാർ തെണ്ടികളെ ആദ്യം വല്ല മര്യാദക്ക് കള്ളുണ്ടാക്കാൻ പഠിക്കും. ഇവന്മാർ എങ്ങനെ സത്യം പറഞ്ഞല്ലോ, നമ്മള് ഫ്രാൻസിനോട് ആരാധകരായി പോകും. ഗ്രാൻഡ് ആബ്സിന്റെ 69% 69% നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ പാരീസിൽ പോകണം. നിങ്ങൾ ഈ ഗ്രാൻഡ് ആബ്സിന്റെ മേടിച്ച് കഴിക്കണം. നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം പറയാം. നമ്മുടെ ഇവിടുത്തെ കൂറ സാധനമൊന്നുമല്ല, ഇത്തിരി കാശ് ചെലവുണ്ട്. പക്ഷെ എന്നാലും കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചതാണ് സാധനം. ഓക്കെ, ഗുഡ് നൈറ്റ്.